ഇപ്പോൾ ടി സിദ്ദിഖ് എം.എൽ.എ നമ്മോടൊപ്പം അദ്ദേഹം ഒരു നിയമസഭാ സമിതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ടി സിദ്ദിഖ് അടക്കമുള്ളവർ ശ്രീനഗറിൽ ഉണ്ടായിരുന്നത്. ശ്രീ സിദ്ദിഖ്, ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെ തുടരുന്നുണ്ടോ അതോ അവിടെ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങിയോ? അല്ല, ഞങ്ങൾ ഇപ്പോ ഉള്ളത് സെൻട്രൽ പോലീസ് കൺട്രോൾ റൂമിന്റെ മൈതാനിയിലാണ്. ഇവിടെയാണ് എല്ലാ ബോഡിയും അടക്കം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ രാമചന്ദ്രന്റെ ബോഡി ഉൾപ്പെടെയുള്ള ഭൗതിക ശരീരങ്ങൾക്ക് മുഴുവൻ അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടായിരുന്നു, ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതുപോലെ PSC ചെയർമാൻ ശ്രീ KC വേണുഗോപാൽ MP ഉണ്ടായിരുന്നു, അതുപോലെ കർണാടകയുടെ മന്ത്രി ശ്രീ സന്തോഷ് ലാഡ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളും അതിൽ ട്രിബ്യൂട്ട് അർപ്പിച്ചു. ഇപ്പൊ ബോഡി ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. രാമചന്ദ്രന്റെ ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? രാമചന്ദ്രന്റെ ബന്ധുക്കളുമായി ഞാൻ അല്പം മുമ്പും സംസാരിച്ചു. ഞാൻ അമ്മയെ കണ്ടിട്ടില്ല, കാരണം അമ്മ ഇതുവരെ മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല. മകൾ ആരതിയുമായി നിരന്തരമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ എയർപോർട്ടിലെത്തി. അവർ നേരെ എയർപോർട്ടിലേക്ക് ഇവ രാമചന്ദ്രന്റെ ബോഡി എയർ ഇന്ത്യ 1828 ഫ്ലൈറ്റിന് ഇവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് കൊണ്ടുപോവുകയും എയർ ഇന്ത്യ 503 ഫ്ലൈറ്റിന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ്. അച്ഛൻ മരിക്കുമ്പോൾ കണ്ടുനിന്ന മകൾ ആരതി, ഞാൻ ആ കുട്ടിയെ പറ്റി അല്ലാതെ ആശ്വസിക്കുകയാണ്. ആ കുട്ടിയുടെ സ്ട്രെങ്ത്തും ധൈര്യവും. അച്ഛൻ മരിച്ച കാര്യം അമ്മയോട് പറയാതെ, അമ്മയ്ക്ക് സീരിയസ് ആയ കാർഡിയക് പ്രശ്നമുണ്ട്, അതുപോലും അറിയിക്കാതെ അമ്മയെ സുരക്ഷിതമായി ഹോട്ടലിൽ എത്തിച്ച് പേരക്കുട്ടികളുടെ കൂടെ നിർത്തി അച്ഛന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മുഴുവൻ അവിടെ കഴിയുന്നത് വരെ അവിടെ നിന്ന് രാവിലെ അമ്മയെയും കൂട്ടി എയർപോർട്ടിലേക്ക് ആ കുട്ടി തിരിച്ചിരിക്കുകയാണ്. ബോഡി ഇപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിൽ എല്ലാവരും മരിച്ച അച്ഛന്റെ ബോഡിയുമായി അവർ ഒരുമിച്ച് പോവുകയാണ്. സിദ്ദിഖ്, നിങ്ങളുടെ സംഘത്തിൽ MLA മാർ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? KPA മജീദ് അഷുറൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ, പിന്നെ ശ്രീ M മുകേഷ് MLA, ശ്രീ ആൻസൽ MLA, പിന്നെ നിയമസഭ ജോയിന്റ് സെക്രട്ടറി. ഈ സംഭവത്തെ തുടർന്ന് ഒരു പക്ഷേ ചില ടൂറിസ്റ്റുകളെങ്കിലും കുടുങ്ങാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി തോന്നുന്നു. ടി സിദ്ദിഖ് അടക്കമുള്ള MLA മാർ നിയമസഭാ സമിതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരമാണ് ശ്രീനഗറിലെത്തിയത്. അവരെ എത്തി, പക്ഷേ സ്ഥലം കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു. അവർ ശ്രീനഗറിലാണുള്ളത്. സിദ്ദിഖ് എന്തായാലും കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകളുമായി നേരിട്ട് സംസാരിച്ചു എന്നാണ് ടി സിദ്ദിഖ് അറിയിക്കുന്നത്. ഒപ്പം മറ്റ് MLA മാരും ഉണ്ട്.